ചോദ്യം വായിക്കുക. 4 and 1/2 plus k plus 3 and 2/5 plus 2 and 1/3 is equal 15 and 2/5 ആയാൽ കെയുടെ വില എന്ത്? അപ്പോൾ നമുക്കിത് കെയുടെ വില കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. 4 and 1/2 പ്ലസ് കെ പ്ലസ് 3 and 2/5 plus 2 and 1/3 is equal to 15 2/5. ഇവിടെ സിംപ്ലിഫിക്കേഷൻ നമുക്കൊന്ന് ആലോചിച്ചാൽ കുറച്ച് എളുപ്പമാക്കാം. കാരണം ഇവിടെ ഒരു 15 2/5, ഇവിടുത്തെ ഫ്രാക്ഷൻ 2/5, ഇതും ഒരു 3 and 2/5. അവരെ രണ്ടുപേരും കൂടെ ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. കണ്ടോ? അപ്പോൾ അവിടെ നമുക്കെന്താണ്, നമുക്ക് അപ്പുറത്തോട്ട് നമുക്കൊന്ന് കൊടുത്താൽ, അയാൾ നമുക്കൊന്ന് അപ്പുറത്തേക്ക് കൊടുത്താൽ അവിടെ ഒരു 15 2/5 ഉണ്ട്. ഈ പ്ലസ് 3 and 2/5 ഇങ്ങോട്ട് പോകുമ്പോൾ -3 and 2/5. അയാൾ രണ്ടും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാം. പിന്നെ ഇവിടെ മിച്ചം ആരുണ്ട്? ഒരു കെ ഉണ്ട്. പിന്നെ ഉള്ളത് 4/2 2/3 അതിലുള്ള 4ഉം 2ഉം കൂടെ ആദ്യം പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 6 കിട്ടാം. പിന്നെ മിച്ചമുള്ള ഫ്രാക്ഷൻ ഏതൊക്കെയാണ്? 2/1 3/1. ഒന്നുകൂടെ അത് പ്ലസ് ചെയ്ത് എങ്ങനെയാണ്? ഇവിടെയുള്ള 4 ഇവിടെയുള്ള 2 പ്ലസ് ചെയ്യപ്പോൾ 6. പിന്നെ മിച്ചമുള്ള 1/2 ഇവിടെ മിച്ചം, ഇവിടെ 1/3 അത് ബ്രാക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി കെ ഞാനിവിടെ എഴുതി പ്ലസ് 6. ഈ ബ്രാക്കറ്റിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 into 3 3 plus 1 into 2 2 divided by 3 2s are 6 ഈക്വൽ ടു, ഇവിടെ എളുപ്പമാണ്, 15 2/5 3 2/5 രണ്ടും കൂടെ എന്താ, രണ്ടും ഒരേ ഫ്രാക്ഷൻ ആണോ എന്നിരിക്കുന്നത്. അപ്പോൾ 15ൽ നിന്ന് 3 മാത്രം കുറച്ചാൽ മതി, ഫ്രാക്ഷനെ തൊടണ്ട. കാര്യം ഇപ്പോൾ 8.5 നിന്ന് 3.5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. കാരണം അരയും അങ്ങോട്ട് പോകും. പിന്നെ 8 - 5 കണ്ടോ? അങ്ങനെ ചെയ്യുന്ന പോലെ 12 2/5 3 2/5 2/5 2/5 അങ്ങോട്ട് കുറക്കുമ്പോൾ 0 ആയി പോകും. പിന്നെ 15ൽ നിന്ന് 3 പോയാൽ 12, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ കെ എത്രയാണ്? കെ പ്ലസ് ഇവിടെ 6 3 + 2 5/6. കെ 6 + 5/6 ആണ് ആര്? 12. അപ്പോൾ കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 12 ഉണ്ട്. ഈ പ്ലസ് ഫംഗ്ഷൻ അങ്ങോട്ട് പോകുമ്പോൾ -6 and 5/6 നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ സബ്ട്രാക്ഷനെ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡിനോമിനേറ്റർ ആരാണ്? ഇവിടുത്തെ 6 ആണ്. ഈ 6ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ്. ഇനി ചെയ്യേണ്ടത് ഈ 12ൽ നിന്ന് 6 കുറക്കുക, അപ്പോൾ കിട്ടുന്നത് 6 ആണ്. അതിൻ്റെ അകത്തൊരു ഒന്നുകൂടെ കുറച്ചേക്ക്, എത്ര? 5 and 1/6. അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. പിന്നീട് അത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. സിംപ്ലിഫിക്കേഷൻ ലോജിക്കാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് അല്ല ഫ്രാക്ഷൻ ആക്കിയിട്ട് ഈ 6 and 5/6 ഫ്രാക്ഷൻ ആക്കി പിന്നെ ഒന്നുകൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്താലും മതിയാവും. എനിവേ നമ്മുടെ ആൻസർ 5 and 1/6 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.